ഇന്നലെ നമ്മൾ രാത്രിയിൽ കറങ്ങിയ മാർക്കറ്റാണ്. നോക്ക്, ഇന്ന് 7 മണിയായി. വിജനാണ് പച്ചക്കറി മാർക്കറ്റ് തുറന്ന് ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. പച്ചക്കറി അടക്ക് നിക്ക്. ക്ഷേത്രമാണ്, ഹനുമാൻ സ്വാമിയാണ്. ഇല ആണ് കൂടുതലും, കംപ്ലീറ്റ് ഇലയാണ്, ഇലകളാണ് വിൽക്കുന്നത്. മല്ലി ഇല, മറ്റേ പൊതീന, പിന്നെ ചീര, പച്ചച്ചീര, അങ്ങനെയുള്ള പല സംഗതികളും എല്ലാം ഇലകളാണ്. പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആണ്, വലിയ ഗേറ്റിലായിട്ട്. ഇന്നലെ രാത്രി ഫുൾ ജനനിബിഡമായ ഒരു തെരുവാണ്. കാര്യം മുമ്പ് പോകുന്നുണ്ട്, തൊപ്പിയും ബാഗെല്ലാം ആയിട്ട്. മാഡം ഇന്ന് എവിടെയാ പോകുന്നത്? ഇന്നത്തെ യാത്ര എവിടെയാ? രാമോജി ഫിലിം സിറ്റിയാ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇത് ശ്രീരാമസ്വാമീൻ്റെ ക്ഷേത്രമാണ്. ഹനുമാന്, ശ്രീരാമസ്വാമി എല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് അലക്കി തേച്ച് വൃത്തിയാക്കിയിട്ട് വിൽക്കുന്ന ഡ്രസ്സുകളാണ്. ഇത് കണ്ട, അടിപൊളിയായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ഓരോ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് അലക്കി ഉണ്ടാക്കി നല്ല ഡ്രസ്സാക്കിയിട്ട് വിൽക്കും. അടിപൊളി ഡ്രസ്സുകൾ. സാധാരണക്കാരന്, പാവപ്പെട്ടവരില്ലേ, തീർത്തും പാവപ്പെട്ടവർ, ഈ കൂലിപ്പണിയെല്ലാം എടുക്കുന്ന ടീമിന് അവർക്ക് ഉപയോഗിക്കാൻ, പണി സമയത്തെല്ലാം ഉപയോഗിക്കാനും പണിക്ക് ഉപയോഗിക്കാനും എല്ലാം ബെസ്റ്റ് തന്നെയാണത്. നല്ല തന്നെയാണ്. കൂലിപ്പണിയെല്ലാം എടുക്കുന്ന സമയത്തെല്ലാം ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. ഒരുപാടുണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ ഈ പോസ്റ്റിൻ്റെ നേരെ, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടിയിൽ അവിടെയായിരുന്നു ഇന്നലെ നമ്മളെ ഈ ഒരു പൂ വിൽക്കുന്നവനെ കണ്ടത്. ഇന്ന് ഇവിടെയെല്ലാം വിജനാണ്, ഇന്നൊന്നും കാലിയില്ല. എന്തായാലും രാത്രി എന്തായിരുന്നു ഇവിടെ ബഹളം. രാത്രി ഫുൾ തെരുവാ. ഈ രാത്രി കച്ചവടം ചെയ്യുന്നവരെ ഇതാ സാധനങ്ങളാ, 4 വീലുള്ള ഉന്തുവണ്ടി. ഈ ഉന്തുവണ്ടിയിലാണ് മാക്സിമം ആൾക്കാരും വിൽപ്പന നടത്തുന്നത്. അപ്പം ഇന്ന് മാർക്കറ്റ് ഉണർന്നു വരുന്നേ ഉള്ളൂ. ഇന്ന് രാത്രി ആകുമ്പോൾ ഇവർ ഈ കെട്ടഴിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ ആവുമായിരിക്കും അല്ലേ? കെട്ടല്ലേ, കെട്ടഴിക്കണ്ടെങ്കിൽ ആള് വരും. വൈകിട്ടാണ് ഈ മാർക്കറ്റ് ഉണരുക, അപ്പോഴാണ് കച്ചവടം നടക്കുക. അതെ, അത്രയും ഭയങ്കര. ഇനിയിപ്പം ദീപാവലിയാണ്, നാളെയാ മറ്റന്നാൾ ദീപാവലി. അതിൻ്റെ ഒരേ തിരക്കും ആഘോഷങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്താറായി. ഷോപ്പുകളെല്ലാം ഉണർന്നു വന്നു. ഷോപ്പുകളെല്ലാം ഓരോന്നോരോന്നായി തുറക്കുന്നുണ്ട്. പക്ഷേ ഈ 4 വീലിതാ, ഇത് കണ്ടോ, ഇതിങ്ങനെയുള്ള ഒരു ഉന്തു വണ്ടിയാണ്. അതിൻ്റെ മേലെയാണ് കെട്ടി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കെട്ടഴിയണ്ടെങ്കിൽ ചിലപ്പം വൈകുന്നേരം ആവുമായിരിക്കും. ട്രാഫിക് ബ്ലോക്കാണ്. പോലീസുകാർ ഇവരെല്ലാം ചൊറയാക്കും. അങ്ങനെ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്നതല്ലേ, ജീവിക്കാനുള്ള ഓരോരാൾ അവരവരെ മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നല്ലേ, ഉപജീവന മാർഗമല്ലേ. അപ്പം പോലീസുകാരും ചൊറയാക്കും. എന്നാലും വൈകിട്ടാകുമ്പോൾ വലിയ പ്രശ്നമില്ല. വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. അപ്പോൾ ഈ മേലെ കൂടി പോകുന്നതാണ് നമ്മളെ മെട്രോ. ഇതാ ഹൈദരാബാദിൻ്റെ മെട്രോ ആയത്. അപ്പോൾ ഇവിടെ എത്തി. ഇത് നമ്മൾ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ അൽഫ ഹോട്ടൽ, നമ്മൾ ഇന്നലെ കാണിച്ചില്ല ഒരു അൽഫ ഹോട്ടൽ, അതിൻ്റെ മുന്നിൽ ഏകദേശം എത്താറായി. ഇതാണ് നമ്മൾ അൽഫ ഹോട്ടൽ. ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിരുന്നില്ലേ, കാണിച്ചിരുന്നില്ലേ. അപ്പോൾ ഇത് ഇവിടെ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു ഹോട്ടൽ, വലിയ ഫേമസ് ആണ്. അൽഫ ഹോട്ടൽ എന്ന് പറയാൻ വലിയ ഫേമസ് ആണ്. നമുക്ക് ചായയിൽ കുടിക്കണ്ടെങ്കിൽ നിന്ന് കുടിക്കണം, അതിൽ അത്രയും തിരക്കായിരിക്കും. ഇപ്പോൾ ഏർലി മോർണിംഗ് 7 മണിക്ക് പോലും അവിടെ തിരക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പും തിരക്കുകളെല്ലാം തുടങ്ങി. ഇതാ വിൽപ്പനയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റെല്ലാം ഉണർന്നു വരുന്നുണ്ട്. ഓക്കെ, ഇനി പിന്നെ നമുക്ക് കാണാം വൈകിട്ട്. പത്മജ ഹോട്ടലിൻ്റെ നേരെ താഴെയാണ് രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകുന്ന ബസ് വരിക. രാവിലെ വിളിച്ച് കൺഫേം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മളിപ്പോഴുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പ് തന്നെ പത്മജ ഹോട്ടലുണ്ടല്ലോ. പത്മജ ഹോട്ടലിൻ്റെ റൂം, സിംഗിൾ റൂം 450, ഡബിൾ 650, ട്രിപ്പിൾ ബെഡിനും 850. ഇത്രയും ചാർജുള്ളൂ കേട്ടോ. ഇത് നോൺ AC ആയിരിക്കും, AC കുറച്ച് കൂടുതൽ കാണും. സൈഡ് പിടിക്കാം. നമുക്ക് രാമോജീൻ്റെ ബസ് വന്നു കേട്ടോ. ഒരു സൈഡിലൊരു സീറ്റ് പിടിക്കാൻ.
ഇതാണ് നമ്മളെ ബസ്, AC ബസ്സാണ്. നമുക്ക് 2 സീറ്റ് മുമ്പ് തന്നെ കിട്ടി. 1 മണിക്കൂർ യാത്രയുണ്ട്. ഇത് ഹൈദരാബാദ് വിജയവാഡ ഹൈവേ ആണ്. നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ റോഡുമിലുള്ള ഗേറ്റിലെത്തി. മെയിൻ റോഡിൽ നിന്ന്, ഹൈവേ എന്നുള്ള രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണിത്. വലിയൊരു ഗേറ്റ് തന്നെയാണിത്. ലൈറ്റ് ക്യാമറ സെലിബ്രേഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗേറ്റ് കടന്ന് നമ്മുടെ ബസ് കുറച്ച് മുന്നോട്ട് പോയി. റോഡിൻ്റെ ഇരുവശങ്ങളിലായി സംഗീതോപകരണങ്ങളും നൃത്തകലയുടെ കട്ടൗട്ടുകളെല്ലാം കാണുന്നത്. രാമോജി റാവു ഫിലിം സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംയോജിത ചലച്ചിത്ര നഗരം. നമുക്ക് രാമോജി റാവു ഫിലിം സിറ്റിയിലെ അത്ഭുതം. നമ്മൾ വന്ന ബസ് ഇതാണ്. നമ്മൾ വന്ന ബസ് സെക്കൻഡറാബാദ് ഭാര്യമെല്ലാം വരുന്നുണ്ട്. അപ്പം ബസ് നമ്മളിവിടെ ഇറക്കി. ഇനി ബസ് 9:10 ഇവിടുന്ന് തിരിച്ചു പോകുന്ന സിറ്റിൻ്റെ എൻട്രൻസ് ആണിത്. എൻട്രൻസിലേക്കൂടി ഇനി അവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. ഇതാണ് ഫ്രണ്ട്. ഇനി ഇവിടുന്ന് ബസ്സുണ്ട്. ബസ്സിലേക്കാണ് ബസ്. ഇവരെ ബസ് തന്നെ, ഇതിനകത്തെ ബസ്. ഇനി നമ്മൾ പോകേണ്ടത് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇതാണ്. രാമോജി ഫിലിം സിറ്റിൻ്റെ എൻട്രൻസ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാതിരിയാണ്. ഫ്രണ്ടിലെ എൻട്രൻസ് ആണ് ഉള്ളിലോട്ട് കയറാനുള്ള വഴി. 2 സൈഡിലായിട്ട് വലിയ വലിയ കടകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ് മാതിരി തന്നെയാണ്. അപ്പം ഭക്ഷണം കഴിക്കാതെ വരുന്നവർക്ക് രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് റീഫ്രഷായിട്ട് ഉള്ളിൽ കയറിയാൽ മതി എന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്. വാഷ്റൂം നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് 9 മണിക്കാണ് ഓപ്പൺ ആവുക. ഓപ്പണായി കാണും. 9 മണി കഴിഞ്ഞല്ലോ ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കണ്ട. അവിടെ നമുക്ക് ഡയറക്റ്റ് എൻട്രി ആണ്, നേരിട്ട് പോവാം. നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ആയതുകൊണ്ട് എൻട്രി ഇവിടുന്ന് തന്നെയാണ്. ഇവിടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ സുവനീർ ഷോപ്പുകളെല്ലാം ഉണ്ട് ഇവിടെ. പ്രീമിയം ലോഞ്ചാണ്. ബാക്കി നമുക്ക് ഇതാ നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകേണ്ട എൻട്രൻസ് ആണ് ഇത്. വേൾഡ് ലാർജസ്റ്റ് ഫിലിം സിറ്റി. ഇത് ലോകത്തിലെ ഗിന്നസ് റെക്കോർഡ് ഉണ്ടാകുന്ന നമ്മളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേൾഡ് റെക്കോർഡ് ഉണ്ട്, ഗിന്നസ് റെക്കോർഡ്. വേൾഡ്സ് ലാർജസ്റ്റ് ഫിലിം സിറ്റി. അപ്പോൾ എൻട്രൻസിൽ സുവനീർ ഷോപ്പുണ്ട്. നമുക്ക് ചായ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴിച്ചിട്ട് അതിനുശേഷം നിങ്ങൾക്ക് റെസ്റ്റ് റൂമുണ്ട്. ഫ്രഷായിട്ട് പോവാം ഉള്ളിൽ. ഈ എൻട്രൻസിൻ്റെ അവിടെ ബസ്സുണ്ട്. ഇനി ബസ്സിൽ കയറിയിട്ട് പോകണം. ഇവിടുന്ന് 4-5 കിലോമീറ്റർ പിന്നെയും ഉള്ളിലോട്ടാണ് പോകേണ്ടത്. അവിടെ നല്ലൊരു സ്റ്റിക്കർ ഉണ്ട്. സ്റ്റിക്കർ വെച്ച് ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചു, സ്റ്റിക്കർ ഒട്ടിച്ചു. നമ്മളിനി ടിക്കറ്റ് കാണിച്ചുള്ളൂ. ഇവിടെ നമ്മൾ ബാഗുകളെല്ലാം നോക്കും. ബാഗുകൾ പരിശോധിച്ചതിന് ശേഷം ഭക്ഷണ പദാർത്ഥം ഉണ്ടെങ്കിലും എടുത്ത് കളഞ്ഞതിന് ശേഷം അത് അവർ അലൗഡ് ചെയ്യുന്നില്ല ഭക്ഷണ പദാർത്ഥം. അതിനുശേഷം നമുക്ക് ടിക്കറ്റ് ഇവിടെ ഒട്ടിച്ചു. അതിനുശേഷം ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ടാവും. ബസ് ഉണ്ടാവും. ബസ്സിൽ കൂടി പോകണം. ബസ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ബസ്സിൽ കയറിയിട്ട് പോയി. ബസ് പോയി നമുക്ക് അടുത്ത ബസ്സിൽ കയറാം. കുറേ ബസ്സുണ്ട്. ബസ് ഇഷ്ടംമാതിരി ഉണ്ട്. രാമോജി ഫിലിം സിറ്റി പോയി ഒരുപാട് ബസ്. ഈ ബസ്സിലാണ് നമ്മൾ കയറി. എൻട്രൻസിൽ നിന്ന് ബസ് കയറി. ബസ് ഇതാന്ന് പോകുന്നു. ഒരുപാട് ബസ്സുണ്ട്. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ പോകണമെന്നാണ് പറഞ്ഞത്. രാമോജിൻ്റെ എൻട്രൻസിനുള്ള ആ ഒരു കവാടാണ്. ബസ്സിലിരുന്ന് തന്നെ ദൂരത്തായിട്ട് ഒരു ബോർഡ് കാണാം. രാമോജി എന്ന് വലിയൊരു ബോർഡാണ്. ബസ്സിനകത്തു നിന്നുള്ള കാഴ്ചയാണ്. നമ്മളിത് എത്രാമത്തെ ബസ്സാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ ബസ് കയറി ഫുള്ളായിട്ട് സ്റ്റിക്കർ ഇടാം. എൻ്റെ സ്റ്റിക്കർ എടുത്ത്
അതുപോലെ സ്റ്റിക്കർ 2 സ്റ്റിക്കറിലുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് അവിടെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. നേരിട്ട് നമ്മളെ ഓൺലൈൻ ടിക്കറ്റിൻ്റെ മെസ്സേജ് കാണിച്ചു കൊടുക്കുമ്പോൾ രാമോജി ഫിലിം സിറ്റിൻ്റെ എൻട്രൻസിൽ നിന്ന് ബസ് കയറി നമ്മളെല്ലാവരെയും കൊണ്ട് ഇറക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനെ യുറേക്ക എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് സെറിമണി ഉണ്ട്. അത് ഡാൻസും പാട്ടുമായിട്ടാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം നീണ്ടുനിൽക്കുന്ന ഒരു ഷോ ആണ്. അതാണ് ഇവിടെ ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് മറ്റുള്ള ഷോയിലേക്ക് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് രാമോജി മൂവി മാജിക്, സ്റ്റുഡിയോ ടൂർ, ഇക്കോ ടൂർ, ഫണ്ടുസ്ഥാൻ, സാഹസ്, രാമോജി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. ഇതുകൂടാതെ സ്റ്റണ്ട് ഷോ, സ്പിരിറ്റ് ഓഫ് രാമോജി ഷോ, ലൈറ്റ് ആൻഡ് ക്യാമറ ആക്ഷൻ, ബാഹുബലി സെറ്റ് എന്നിങ്ങനെയാണ്. ഓപ്പണിംഗ് സെറിമണി 9:45 തുടങ്ങും. അത് ഇതാ ഇവിടെ സ്റ്റേജിൽ വെച്ചിട്ടാണ് പരിപാടി. ഈ കൊട്ടാരം കണക്ക് മുന്നിലുള്ള ഈ കെട്ടിടത്തിന് മുന്നിലാണ് ഈ ഷോ നടക്കുന്നത്. മുകളിൽ നിന്ന് 2 പേർ ബിഗിൾ വിളിക്കുകയും താഴെ ഈ മരത്തിൻ്റെ 2 പ്ലാറ്റ്ഫോം താഴ്ന്നു വരികയും അവിടെ വെച്ച് ഡാൻസ് പ്രോഗ്രാമാണ്. അനൗൺസ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും കൂട്ടമായി ചേർന്ന് ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഇന്നത്തെ ദിവസം രാവിലെ 9 മണിക്ക് രാമോജി ഫിലിം സിറ്റി കാണാൻ വന്നവരുടെ കൂട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഓപ്പണിംഗ് സെറിമണി കാണാൻ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഏകദേശം ഒരു 400 പേര് ഇപ്പം തന്നെ ഉണ്ട് രാവിലെ കാണാൻ. Watch the dream world turn into reality as we usher you into the magic of a heady and engulfing surprise. Eureka wholeheartedly leads you lovely people into the kingdom of fun, frolic and excitement. Meet
ഇപ്പോൾ ഇവർ ഡാൻസ് ചെയ്ത ഈ പ്ലാറ്റ്ഫോം വഴി ഈ കൊട്ടാരത്തിനകത്തേക്ക് നമ്മൾ കയറി. അവിടെ ഈ ഡാൻസ് ചെയ്ത ആൾക്കാർ നമ്മളെ സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം അതിന് മുന്നിലായി വലിയൊരു സ്റ്റാച്ചു ആണ്, സ്റ്റെപ്പുകളടക്കം കെട്ടിവെച്ചിരിക്കുന്ന ആ സ്റ്റാച്ചുയുടെ മുന്നിൽ അവിടെ എല്ലാവരെയും കൊണ്ട് നിർത്തുകയും അവിടെ ഒരു നൃത്തം നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു. ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് മുന്നിലുള്ള വലിയൊരു ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതും. അവിടെ നിന്ന് നേരെ മുന്നിൽ കാണുന്ന ആ സ്റ്റെപ്പുകളുടെ മുന്നിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ പുറകിലായി ഒരു സ്റ്റാച്ചു ഉണ്ട്. സ്റ്റാച്ചുവിൻ്റെ പുറകിൽ നിന്നാണ് ഇപ്പം നർത്തകിമാരും നർത്തകന്മാരും ഇറങ്ങി വരുന്നതും അവരുടേതായ ഡാൻസ് പ്രോഗ്രാം അരങ്ങേറുന്നതും അവിടെ വെച്ചാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും അതിൻ്റെ പുറകിലായി വരിവരിയായി നിർത്തിയിട്ടുണ്ട്. നല്ല വിവിധ വർണ്ണങ്ങളുള്ള ഡ്രസ്സ് ധരിച്ച 4 ജോഡി സുന്ദരികളായ നർത്തകിമാർ നമ്മുടെ മുന്നിലേക്ക് വരികയും അവരവിടെ നിന്ന് നൃത്തം ചെയ്യുകയും ചെയ്തു. ഡാൻസ് കഴിഞ്ഞ് നമ്മളെ നേരെ പിന്നെ കൊണ്ടുപോയത് സ്റ്റണ്ട് ഷോ കാണിക്കാനാണ്. ഇവിടെയെല്ലാം നമ്മളെ കൊണ്ടുപോകാൻ ഇവിടെ ഗൈഡുകളുണ്ട്. അവർ നിയന്ത്രിച്ച് നമ്മളെ കൊണ്ടുപോകും. അവർ പറയുന്നത് മാതിരി നമ്മൾ പോയാൽ മതി. അല്ലാതെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിയില്ല. ഇവിടെ എല്ലാം ഗൈഡ് നിയന്ത്രണത്തിലാണ് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റണ്ട് ഷോ ആണ്. സ്റ്റണ്ട് ഷോ എന്ന് നമ്മൾ സിനിമയിലും കാണുന്ന സ്റ്റണ്ടിൻ്റെ ലൈവായിട്ടുള്ള ഒരു ഷോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരെയും കൂടി മറ്റൊരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന ഒരു കൗബോയ് സ്ട്രീറ്റിലേക്കാണ്. അവിടെയാണ് ഈ സ്റ്റണ്ട് നടക്കുന്നത്.
സ്റ്റണ്ട് ഷോ കഴിഞ്ഞതിന് ശേഷം യൂറോക്കയിൽ നിരനിരയായി ബസ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ കയറി എല്ലാവരെയും ബസ്സിൽ കയറ്റി ഈ രാമോജി ഫിലിം സിറ്റീനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരികയും ചുറ്റി സഞ്ചരിക്കുകയും കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്തു. അതിനുശേഷം ഭാഗവതത്തിൻ്റെ സെറ്റിലാണ് നമ്മളെ കൊണ്ടുപോയി നിർത്തിയത്. ഇനി അടുത്തത് നമ്മൾ ഈ ഭാഗവത സെറ്റാണ് കാണാൻ പോയത്. തെലുങ്കിലെ സീരിയലായ ഭാഗവതം സീരിയലിൻ്റെ സെറ്റിലേക്കാണ് അടുത്ത യാത്ര.